എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 2.25 മീറ്റർ തുണിയാണുള്ളത്. കോട്ടൺ ആണ്. വീതി വന്നിട്ട് 42 ഇഞ്ച്. ഇതിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫോൾഡിങ് വരുന്നത്. ഇവിടെ ഓപ്പൺ സൈഡ്. ഈ അളവ് വെച്ചിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നാടയാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതിൽ എലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് ആദ്യം ഇവിടെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ പാൻറ് ഇതിങ്ങനെ തന്നെ വയ്ക്കാം. ഇവിടെ ബോട്ടം മടക്കി അടിക്കാനും 2 ഇഞ്ച് തന്നെയാണ് ഇടുന്നത്. അതിന് ശേഷം ഈ കാൽവണ്ണം ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് നേരെ വരയ്ക്കുക. അതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഫ്ലൈ വരയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അത് 1 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുക. ഇതുപോലെ ഇവിടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം ഇവിടെ നമ്മളൊരു അടയാളം ഇടാം. അപ്പോൾ ബോട്ടത്തിന് നമ്മൾ 2 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം 1 ഇഞ്ച് മടക്കുക. വീണ്ടും 1 ഇഞ്ച് മടക്കിയിട്ട് ഒരു തയ്യലിടുക. 1 ഇഞ്ച് വീതി മതി. അതുപോലെ ഈ ബോട്ടം അടിക്കാം.
അതിനുശേഷം ഇതിൻ്റെ സൈഡ് തയ്ക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യതും ഇട്ടിട്ടുണ്ട് ബോട്ടത്തിൽ. അപ്പോൾ ആ 1 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇങ്ങോട്ട് ഈ ജോയിൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് മതി. അതേപോലെ ഇങ്ങനെ കുറേശ്ശെ കൂട്ടിയെടുത്തിട്ട് ഈ രീതിയിൽ തയ്ച്ചെടുത്താൽ മതി. ഇവിടെ അതേപോലെ 1 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഒരു തയ്യലും കൂടി ഇടാം. ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇവിടെ നമ്മൾ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഈ എലാസ്റ്റിക് 1.25 ഇഞ്ചിൻ്റെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കിയടിക്കാം. അപ്പോൾ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവിൽ നാടയാണ് വെച്ചിരുന്നത്. നമ്മളിതിൽ എലാസ്റ്റിക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അരവണ്ണം 33 ഇഞ്ചാണ്. അപ്പോൾ അതിനൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 30 ഇഞ്ചാണ് നമ്മളിതിൽ എലാസ്റ്റിക് വയ്ക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കെട്ടിട്ടെടുക്കാം. അപ്പോൾ എലാസ്റ്റിക് ഇതുപോലെ തന്നെ കെട്ടിട്ടെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ക്രോസിൽ തന്നെ തയ്ക്കണം, അല്ലെങ്കിൽ എലാസ്റ്റിക്കിൽ എല്ലാ അതിലും തയ്യൽ വരില്ല. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വലിച്ചടിച്ചാൽ മതി. ഇങ്ങനെ അടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വലിച്ചു വിട്ടാൽ മതി. കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ അടിക്കുകയാണ്. ഇനി ഇതിങ്ങനെ വലിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കൂടെ ഈ എലാസ്റ്റിക് കൂടെ ഒരു തയ്യലും കൂടി ഇടാം, അല്ലെങ്കിൽ എലാസ്റ്റിക് ഇങ്ങനെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തയ്യലിടുമ്പോൾ കൈ ഇതേപോലെ ബാക്കിലും ഫ്രണ്ടിലും വെച്ച് വലിച്ചിട്ട് വെക്കണം. ഒരു സൈഡിലേക്ക് വലിച്ചാൽ ഒരു സൈഡിലേക്ക് എലാസ്റ്റിക് പോകും. അപ്പോൾ ഇതേപോലെ അല്പം പോലും ചുളിയാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചുരിദാറിൻ്റെ സ്ട്രൈറ്റ് പാൻറ് തയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.